എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ ജാമാണ്. അതിനുവേണ്ടി ഒരു വലിയ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ ആദ്യം തന്നെ അതിൻ്റെ തൊലിയും നടുവിലെ കട്ടിയുള്ള ഭാഗവും കളഞ്ഞ് ചെറുതായി മുറിച്ച് മിക്സിയിൽ അരച്ചെടുക്കാം. പൈനാപ്പിൾ കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുക്കണം. 2 പ്രാവശ്യമായിട്ടാണ് ഇത് അരച്ചത്. അരക്കുന്നതിന് ഏകദേശം അര ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അരച്ചെടുത്ത ജ്യൂസ് ഒരു തുണിയിൽ കൂടി അരിച്ചെടുക്കാം. അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അരിച്ചെടുത്ത ഈ ജ്യൂസ് 2 ഗ്ലാസ് ഉണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. മീഡിയം തീയിൽ ഇത് കുറുക്കിയെടുത്താൽ മതിയാകും. ഇതിൽ 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ക്രിസ്റ്റലൈസ് ആകാതിരിക്കാൻ വേണ്ടിയാണ് ചെറുനാരങ്ങ നീര് ചേർക്കുന്നത്. തുടർച്ചയായി ഇളക്കണ്ട. ഇത് കുറുകി ജാമിൻ്റെ പരുവത്തിലാവാൻ ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ സമയമെടുക്കും. മീഡിയം തീയിൽ തന്നെ ഇത് കുറുക്കിയെടുക്കണം. തീ കൂട്ടി വെച്ചാൽ അത് പൊട്ടിത്തെറിക്കും. ഇതിപ്പോൾ ആവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ അര ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എസൻസ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എസൻസ് ചേർക്കുമ്പോഴാണ് ശരിക്കുള്ള ഒരു ജാമിൻ്റെ ടേസ്റ്റും മണവും ഉണ്ടാകുന്നത്. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഇത് 2-3 ആഴ്ചയിൽ കൂടുതൽ ഇരിക്കില്ല. തണുത്ത ശേഷം ഒരു ബോട്ടിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം.